യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വചനം എന്താണ് നമ്മോട് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം ആകുന്നു. ഇത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ച് ഉലയ്ക്കുന്ന വചനമല്ലേ? ആരാധനകളിലും കൂട്ടായ്മകളിലും ഒക്കെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ ദൂതന്മാരെ പോലെയാണ് പലരും സംസാരിക്കുന്നത്. എന്നാൽ സ്വന്തം ഭവനത്തിൽ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ മരുമക്കളോടോ ഒക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ കയ്പുള്ള വാക്കുകൾ, വെറുപ്പിൻ്റെ ശബ്ദം അവരിൽ നിന്ന് പുറത്തു വരുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ പെട്ട കാര്യങ്ങളല്ലേ? വചനം വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ഹൃദയം നിറഞ്ഞു കവിയുന്നത് ആണ് വായ പ്രസ്താവിക്കുന്നത്. 34-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുവാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. 141-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ യഹോവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഭക്തന്മാരെല്ലാം അവരുടെ നാവിനെ നിയന്ത്രിക്കുന്നതിൽ, മെരുക്കുന്നതിൽ, കടിഞ്ഞാണിടുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. കാരണം അവർക്കറിയാം, നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ മാത്രം അല്ല, അത് പാപത്തിന്, നരകത്തിന് പോലും കാരണമായി തീരുന്ന ഒരവയവമാണെന്ന്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഒരാൾ സ്വയം ഭക്തിയുള്ളയാൾ എന്ന് വിചാരിക്കുകയും സ്വന്തം നാവിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാതെ തന്നെത്താൻ വഞ്ചിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളുടെ ഭക്തി നിരർത്ഥകമാണ്. ഭക്തനെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പലപ്പോഴും, പക്ഷേ നാവിനെ മെരുക്കാൻ കഴിയുന്നില്ല, കടിഞ്ഞാണിടാൻ കഴിയുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സഹോദരന്മാരെ, കർശനമായ ശിക്ഷ ലഭിക്കും എന്ന് അറിയുന്നത് കൊണ്ട് നാം എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. പലതിലും ഇടറി വീഴുന്നവരാണ് മനുഷ്യരെല്ലാവരും. ഒരാൾക്ക് വാക്കിൽ പിഴവ് സംഭവിക്കാതിരുന്നാൽ അയാൾ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ കഴിവുള്ള പക്വമതിയായ മനുഷ്യൻ ആകുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് കുതിരയെ അനുസരിപ്പിക്കുവാൻ അതിൻ്റെ വായിൽ ചെറിയൊരു കടിഞ്ഞാണിട്ട് ആ മൃഗത്തെ മുഴുവനായും തിരിക്കുന്നു എന്ന് യാക്കോബ് 3:3 നാം വായിക്കുന്നുണ്ട്. കപ്പലും അതിന് ഉദാഹരണമാണ്. അത് വളരെ വലിപ്പമുള്ളതും കാറ്റിൻ്റെ ശക്തിയാൽ ഓടുന്നതും ആണെങ്കിലും കപ്പിത്താൻ ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ തിരിച്ച് തനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കപ്പലിൻ്റെ വലിപ്പം വലുതാണ്, കാറ്റിൻ്റെ ശക്തിയാൽ ആണ് അത് ഓടുന്നത്. പക്ഷേ ആ കപ്പലിനെ ഒരു ചെറിയ ചുക്കാൻ കൊണ്ടാണ് നിയന്ത്രിക്കുന്നത് എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. എല്ലാവിധ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും കടൽ ജീവികളും മെരുങ്ങുന്നവയാണ്. മനുഷ്യൻ അതിനെയൊക്കെ മെരുക്കുന്നുണ്ട്. മനുഷ്യൻ ജീവജാലങ്ങളെ മെരുക്കുവാൻ പ്രാപ്തിയുള്ളവനാണ്. എന്നാൽ നാവിനെ മെരുക്കുവാൻ ആർക്കും സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ എത്ര ഗൗരവമായിട്ട് നാം ഈ കാര്യത്തെ കാണാം. നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന കൃപകളെല്ലാം നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്ന ദുർഭാഷണങ്ങൾ കൊണ്ടും കയ്പ് നിറഞ്ഞ വാക്കുകൾ കൊണ്ടും പെറുവിറുപ്പ് കൊണ്ടും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നെങ്കിലും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയട്ടെ. കരഞ്ഞും പ്രാർത്ഥിച്ചും നിലവിളിച്ചും ദൈവം ദാനമായിട്ട് തരുന്ന ആത്മീക അനുഗ്രഹങ്ങളും കൃപാദാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് കൃപയില്ലാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്നതാണ്. അതുകൊണ്ട് ഹൃദയം നിറഞ്ഞു കവിയുന്നത് വാ പ്രസ്താവിക്കുന്നു എന്ന് പറയുമ്പോൾ ശുദ്ധീകരണം നടക്കേണ്ടത് ഹൃദയത്തിലാണ്. ഹൃദയം ശുദ്ധിയുള്ളതായിട്ട് മാറണം. ശുദ്ധിയുള്ള ഹൃദയം ഉള്ളവർക്ക് മാത്രമേ നന്നായി സംസാരിപ്പാൻ കഴിയത്തുള്ളൂ.
വ്യാജം പറയാതെയും ഭോഷ്ക് പറയാതെയും മുഖസ്തുതി പറയാതെയും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ഒന്നും നാവിൽ നിന്ന് പുറത്തു വരാതെ സംസാരിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ ശുദ്ധി ആവശ്യമാണ്. ശുദ്ധിയുള്ള ഹൃദയം നമുക്കില്ലെങ്കിൽ ഒരിക്കലും കൃപയുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നില്ല. ഹൃദയവും നാവും തമ്മിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയുള്ളതുമായ വാക്കുകൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശുദ്ധിയുള്ള ഒരു ഹൃദയം കർത്താവ് തരേണ്ടതിനായി പ്രാർത്ഥിക്കണം. കർത്താവിനോട് നിലവിളിക്കണം. ഹൃദയത്തിലെ അശുദ്ധിയെല്ലാം കർത്താവ് നീക്കിക്കളയുവാൻ പ്രാർത്ഥിക്കണം. യേശു കർത്താവിൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് ഒരു ശുദ്ധീകരണം നൽകേണ്ടതിന് നാം സമർപ്പിക്കണം. നമ്മുടെ വായിലെ വാക്കുകളാൽ തന്നെ നാം ന്യായം വിധിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വായെ കടിഞ്ഞാനിട്ട് സൂക്ഷിപ്പാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നാവിൻ്റെ തുമ്പിലാണ് അനുഗ്രഹവും ജീവനും ഇരിക്കുന്നത്. ഒരു വ്യക്തിയെ നല്ലവനും ചീത്തയും ആക്കുന്നത് നാവിൻ്റെ ഉപയോഗം നിമിത്തമാണ്. അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് ആ പ്രസ്താവിക്കുന്നതെങ്കിൽ നല്ലത് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറയട്ടെ. ഹൃദയം ശുഭവചനത്താൽ കവിയുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.